മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജനകീയ ബജറ്റായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃതകാലത്തെ സുപ്രധാന ബജറ്റാണ് നാളെ അവതരിപ്പിക്കുന്നത്. 2047ലേക്കുള്ള റോഡ് മാപ്പ് കൂടിയാണ് ഈ ബജറ്റെന്നും പാർലമെന്റിന്റെ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പാർലമെന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ये बजट अमृतकाल का एक महत्वपूर्ण बजट है। हमें 5 साल का जो अवसर मिला है, आज का बजट हमारे उन 5 साल के कार्य की दिशा भी तय करेगा। और ये बजट 2047 जब आजादी के 100 साल होंगे, तब विकसित भारत का जो हमारा सपना है, उस सपने को पूरा करने की मजबूत नींव वाला बजट लेकर के हम कल देश के सामने आएंगे। ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് 2047ലേക്കുള്ള റോഡ് മാപ്പായിരിക്കും ബജറ്റ് എന്നാണ്. ഈ ബജറ്റിൽ ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത്? ഓഗസ്റ്റ് 12 വരെ നീണ്ടു നിൽക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുകയാണ്. സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടത്. നാളെ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റ് വികസിത ഭാരതത്തിന്റെ അടിത്തറയാകും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത 5 വർഷത്തേക്ക് രാജ്യത്തിന് ദിശാബോധം നൽകുന്നതായിരിക്കും ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ഒപ്പം 2047 വരെയുള്ള മാർഗരേഖ തയ്യാറാക്കിയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. ആ ഒരു സമയത്തിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ലക്ഷ്യം എന്നുള്ളത് വികസിത ഭാരതമാണ്. ആ വികസിത ഭാരതത്തിന്റെ അടിത്തറ പാകുന്നതായിരിക്കും നാളെ അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഒപ്പം ജനക്ഷേമ വികസന പദ്ധതികൾക്കൊപ്പം പുതിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളതും രാജ്യം ഉറ്റുനോക്കുന്നു. സാമ്പത്തിക മേഖലയിൽ ഭാരതം അതിവേഗം കുതിക്കുകയാണെന്നും കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മാത്രം 8% സാമ്പത്തിക വളർച്ച നേടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ പാർലമെന്റ് അംഗങ്ങളും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഉന്നമനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ സഭാ സമ്മേളനം 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനമാണെങ്കിലും 17ാം ലോക്സഭയുടെ സമ്മേളനങ്ങളും പരിശോധിക്കുമ്പോൾ സഭാ സമ്മേളനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ക്രിയാത്മകമായ ചർച്ചകൾക്കിട നൽകാതെ സഭാ സമ്മേളനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിഷേധവും പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടുകൂടിയാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഉന്നമനത്തിനായി എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഓഗസ്റ്റ് 12 വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു സഭാ സമ്മേളന കാലയളവിൽ വ്യോമയാന നിയമ ഭേദഗതി ഉൾപ്പെടെ 6 ബില്ലുകൾ സർക്കാർ അവതരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അനിൽ നമ്പ്യാർ. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജനകീയ ബജറ്റായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃതകാലത്തെ സുപ്രധാന ബജറ്റാണ് നാളെ അവതരിപ്പിക്കുന്നത്. 2047ലേക്കുള്ള റോഡ് മാപ്പ് കൂടിയാണ് ഈ ബജറ്റെന്നും പാർലമെന്റിന്റെ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് പ്രധാനമന്ത്രി പറഞ്ഞു. ജിഷു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.